മനസ്സ് ക്ലിയർ ആവുകയാണ്. ആ മനസ്സ് ക്ലിയർ ആവുന്നതോടുകൂടി നമ്മൾ ഹാപ്പി ആവുകയാണ്. ഈ കുടുംബ സംഗമവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഓർമ്മ വേണം. ഇവിടെ വന്നിട്ട് കുറെ ബിരിയാണി തിന്ന് കോഴിക്കാല് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് പോയാൽ ഇതിനൊരു അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ സദസ്സാണ്. ഈ സദസ്സ് ഭംഗിയാക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല അറ്റൻഷൻ ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും നല്ല ഒരു ദിവസം, നല്ല ഒരു മീറ്റപ്പ്, ഇവിടെ നല്ല ഒരു സംഗമ വേദി ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കുറച്ച് സമയം നിങ്ങളുടെ മനസ്സൊക്കെ ഇവിടെ തരിക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉഷാറായിട്ടിരിക്കുക. കുറച്ച് സമയം നിങ്ങളോട് ഞാൻ സംവദിക്കുന്നു എന്ന് മാത്രം. ഇപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും കൂടാൻ ഈ ഒരു ഇങ്ങനത്തെ കുടുംബ സംഗമം എല്ലാ സമയത്തും നടത്താൻ പറ്റുമോ? നമുക്ക് നടത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൂടുന്നുണ്ട് അല്ലെ? ഭർത്താവ് ഫോണില്, ഉമ്മ അടുക്കളയില്, മക്കള് ബെഡ്റൂമില്, ടിവിയില്. ഇങ്ങനെയാവുമ്പോ ആ കൂടുന്നതിന് ഇമ്പമുണ്ടാവോ? ഇമ്പമുണ്ടാവോ? ഒരിക്കലും ഇമ്പമുണ്ടാവുകയില്ല. ഇമ്പമുണ്ടാവണമെങ്കിൽ അവിടെയുള്ള തീന്മേശയിൽ വിളമ്പേണ്ടത് എന്താണ്? എന്താണ്? പറഞ്ഞോളൂ. സ്നേഹമാണ് അല്ലെ? ഭാര്യ, ഭർത്താവ്, മക്കള്, ഗ്രാൻഡ്പ എല്ലാരുമുള്ള കുടുംബത്തിൽ വിളമ്പേണ്ടത് സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര ആളുകള് വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്? ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള കഥകൾ മക്കൾ കേൾക്കെ പറയുന്ന ആളുകൾ, മക്കളോട് കുശലം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? മക്കളപ്പം ചീത്ത പറയാന്ന് പറയാം. കുശലം എന്ന് പറഞ്ഞാൽ ചീത്തയല്ല കേട്ടാ, ചീത്തയല്ല. കുശലം, തമാശകളും അവരുടെ കഥകളും ഉണ്ട്. യെസ് യെസ്, അടിപൊളി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇല്ല. ഏതെങ്കിലും ഒരു ദിവസം ഫോൺ വന്ന് കഴിച്ചു പോകും, പ്രശ്നമാണ്. അതുകൊണ്ട് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാ കഥകളും പറഞ്ഞ്, മക്കളോട് കഥകൾ പറഞ്ഞ്, ഭർത്താവിനോട് കഥകൾ പറയാനുള്ള ഒരു സാഹചര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. മനസ്സിലായോ? മക്കളോട് ചോദിക്കുകയാണ് മക്കളുടെ സ്കൂളിലുള്ള കഥകൾ. പണ്ടുള്ള ആളുകൾ, ഇവിടെ യൂത്ത് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വടിയെടുത്ത് ഈ മക്കൾ, ബാപ്പ മക്കളും പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നറിയോ? പാകിസ്ഥാനും ഇന്ത്യയും പോലെ. ബാപ്പയാണെങ്കിൽ ബാപ്പ ആണെന്ന് വേഗം സമ്മതിച്ചിരുന്നുണ്ട്. ഏതായാലും ആ മക്കൾക്കൊക്കെ മക്കളെ കൂടെ ഉണ്ടോ? അടിപൊളി. അപ്പോ ഇല്ലല്ല, നിങ്ങൾ ഏന്തിയൊന്നും നോക്കണ്ട, ഇവിടെ ഒരാളോട് പറഞ്ഞതാ. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മക്കളെങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് പട്ടാള ചിട്ട, ഈ പട്ടാള ചിട്ടയുള്ള ആളുകളെ ആ ഉപ്പമാർക്ക് അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കള് പിന്നീട് എന്ത് ചെയ്യുമെന്നറിയോ? പുറമെ പട്ടാളക്കാരനാവും. ഒരു ക്ലാസ്സിൽ ഞാൻ ഇരുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട്, ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉള്ള ഒരു കൺവെൻഷനിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഞാൻ അവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, ഒരു കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താവാനാണ് ഇഷ്ടം? എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് പോലീസുകാരിയാവണം എന്നുള്ളതാണ്. എനിക്ക് പോലീസുകാരിയാവണം. എന്താണെന്നറിയോ? കാരണം എനിക്ക് ജോലി കിട്ടുക, അന്തസ്സാവുക, ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് നാട്ടിലൂടെ ഒന്ന് വിലസി നടക്കണം എന്നുള്ളതല്ല, ഹീറോ ആകുമെന്ന്. ഇത് എവിടുന്ന് കിട്ടിയ പാഠമാ ആ കുട്ടിക്ക്? എവിടുന്ന് കിട്ടിയ പാഠമാണ്? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ പാഠമാണ്. രക്ഷിതാക്കളാണ് കൂടുതലുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മക്കൾക്ക്. ഈ ഉമ്മമാരടക്കം കേട്ടോളി, ഈ ഉമ്മമാരും ഈ രക്ഷിതാക്കളും അടക്കം ആരെങ്കിലും മക്കളോട് ധൈര്യപ്പെട്ട് പറയാറുണ്ടോ, മോളെ നീ എന്റെ മാതിരിയാവണം? അങ്ങനെ പറയാറുണ്ടോ? നീ എന്റെ മാതിരിയാവണം, നീ എന്നെ കണ്ടു പഠിക്കണം, ഞാൻ അത്രയും പെർഫെക്റ്റ് ആണ്. ഉമ്മമാരൊക്കെ പറയുന്നതാണ്, ജുമൈലത്താത്തന്റെ മോളില്ലേ, ആ മോക്ക് ഇത്ര മാർക്കില്ലേ, അവളെ മാതിരിയാവണം പറയാറുണ്ടോ?
ഏതെങ്കിലും ഉമ്മമാര് പറയാറുണ്ടോ, ഞാൻ എന്റെ ഉമ്മയാണ് സൈനബ, തങ്കപ്പെട്ട ഒരു ഉമ്മയാണ്, എന്റെ വാപ്പക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്, മാതൃകയായിട്ട് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും മോന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട്, നീ എന്റെ മാതിരിയാവണം എന്ന് ഏതെങ്കിലും ഉമ്മമാര് പറയാറുണ്ടോ? കൈപൊക്കി പറയാറുണ്ടെങ്കിൽ അതെന്താ അത്രയും മോശ? അത്രയും മോശാണോ? അല്ല. പിന്നെന്തുകൊണ്ടാ നിങ്ങൾ പറയല് മറ്റേ കുട്ടിന്റെ മാതിരിയാവണം, അവിടെയുള്ള അയൽക്കാരി പെണ്ണിന്റെ മാതിരിയാവണം, അവൾക്ക് മാർക്ക് കിട്ടിയില്ലേ, സൈനബത്താത്തന്റെ മോളെ മാതിരിയാവണം? സൈനബത്താത്ത എങ്ങനാ? എന്തുകൊണ്ട് നിങ്ങൾ സൈനബത്താത്തന്റെ മാതിരി നിങ്ങളാവുന്നില്ല? ആ, അതുകൊണ്ട് നമ്മൾ ആവും പോലെ നമ്മളെ മക്കളാവും. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ആവുക, മക്കൾ ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ ആദ്യം ഇങ്ങനെയാവണം. നമ്മൾ ഉഷാറായാലേ നമ്മളുടെ മക്കൾ അങ്ങ് ഉഷാറാവുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? ഈ ഗ്ലാസ് കണ്ടോ നിങ്ങൾ? ഈ ഗ്ലാസ് എങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ ഗ്ലാസ്സില് നമ്മളെ നാട്ടുകാരി സ്ത്രീകള് എന്ത് കൊടുത്താലും കുറ്റങ്ങളും കുറവുകളും കാണുന്ന ഉമ്മമാരോട് പറയാണ്. ഇതെങ്ങനെ പറയാന്നറിയോ? ഒരര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് ഒഴിഞ്ഞു കിടക്കുകയാണ്, അര ഗ്ലാസ് ഒഴിഞ്ഞു കിടക്കാണ്, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയാം. ഇത് പോസിറ്റീവായിട്ട് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. പറഞ്ഞൂടെ? 3/4 ഗ്ലാസ് വെള്ളം ഇതിലുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ശുക്ര എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ എപ്പോഴും കുറവുകൾ കാണുന്ന ആളുകൾ, എപ്പോഴും വേവലാതി കാണുന്ന ആളുകൾ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക എന്താണ്? കുറവുകളാ. അതിന്റെ കുറവേ കാണാൻ പറ്റൂ. എത്ര സൗകര്യം വീട്ടിലുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് നോക്കുമ്പോഴാണ്, മറ്റുള്ള ആളുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ചെറുതായി തോന്നുന്നത്. ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് സൈഡിലായിട്ട് ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ വൈഫ് ഇരിക്കുകയാണ്. വൈഫ് ഇരിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് എല്ലാ ആളുകളുടെയും മുമ്പിൽ നിന്ന് വിളിച്ച് ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് പോയി. ചൂളിപ്പോയി. ആ ഭാര്യയുണ്ടല്ലോ, ചൂളിപ്പോയ ഒരു നിമിഷമാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിങ്ങൾ രണ്ടുപേരും പോകുമ്പോ ഭർത്താവ് എല്ലാരും കേൾക്കെ ഒച്ചയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഭാര്യമാർക്ക് ഇഷ്ടമുണ്ടാവോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ ഒരു സുഖകരം ഉണ്ടാവില്ല. ആ ഭർത്താവ് വിളിക്കാണ്, എല്ലാരെയും മുമ്പിൽ നിന്ന് വിളിക്കാണ്. അപ്പം ആ ഭാര്യ പറയാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറയുമ്പോ ആ ഭർത്താവ് ചോദിക്കാണ്, അവിടെ AC ഉണ്ടോ? നീ അവിടെ തന്നെ കുത്തിരിക്കാൻ, ഇവിടെ വന്നിരിക്കും. ഉറക്കെ ഭാര്യനോട് സംസാരിക്കുക ആൾക്കൂട്ടത്തിനിടയിൽ. നമ്മളെ ഭാര്യയാണ് ഓർമ്മ വേണം. ഇത്രയും ജനങ്ങളെ മുമ്പിൽ നിന്ന് ആ ഭാര്യയെ നാറ്റിച്ച് പണ്ടാരടക്കി എന്ന് പറയുവാറില്ലേ, ഇതുപോലെ അങ്ങാക്കി. ആ ഭാര്യ പാവം, ആ ഭാര്യ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഭർത്താവിന്റെ അരികത്തേക്ക് വന്ന് ആ പാവം പെണ്ണുങ്ങള് നിന്നുകൊണ്ട് ഇങ്ങനെ ചായ കുടിക്കും. എത്ര സങ്കടം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആ ഭാര്യക്ക് കിട്ടി. ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതെ. അപ്പോ ഞാൻ പറയുന്നത്, ഭർത്താവും ഭാര്യയും സംസാരിക്കുന്നതിനൊരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. നബി പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ? അതൊന്നും ഞാൻ പറയുന്നില്ല, ഉസ്താദുമാരൊക്കെ ഉള്ളത് കൊണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്നത് ലോ മോഡുലേഷൻ, മീഡിയം മോഡുലേഷൻ, ഹൈ മോഡുലേഷൻ, ഈ 3 ഘട്ടത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, വേണ്ടത് അല്ലെ? കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് നിക്കാഹൊക്കെ കഴിച്ചാൽ അവിടെ സംസാരിക്കുന്ന ഒരു മോഡുലേഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഹലോ, ചായയൊക്കെ കുടിച്ചാ? ഇങ്ങനെ നമ്മൾ സംസാരിക്കും. കെട്ടിക്കൊണ്ട് വന്ന് 3 മാസം ചെയ്യും, മീഡിയം ആവും. മീഡിയം എന്താണ്? നീ ചായ കുടിച്ചോ? ഓക്കെ. എന്താണ് രാഹത്തല്ലേ ഇവിടെ? നമ്മളെ അമ്മായിയമ്മ ഒക്കെ അങ്ങനെ ഉണ്ട്, ഷറല്ലേ? ഇങ്ങനൊക്കെ നമ്മൾ സംസാരിക്കും. അതൊക്കെ സംസാരിച്ചിട്ട് 3 മാസമൊക്കെ കഴിഞ്ഞ് ഒരു 4ാമത്തെ മാസം എത്തുമ്പോ എന്റെ ടൗസർ എവിടാന്നാ ചോദിച്ചത്. ഉണ്ടോ അല്ലേ? എന്റെ ടൗസർ എവിടാ?
ആര് കേട്ടാൽ ഒരു കുഴപ്പമില്ല, ആര് അവൾ എന്ത് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല, എന്റെ ട്രൗസർ ഇപ്പൊ ഇവിടെ കിട്ടണം. ഇങ്ങനെ ഭർത്താക്കന്മാരങ്ങ് മാറിയാൽ ഭാര്യ പിന്നെ അതിനനുസരിച്ച് മാറും. ഭാര്യ ആദ്യം എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടിക്കൊണ്ടു കൊടുക്കും. രണ്ടാമത്തത് ഒന്ന് തൊള്ളടുക്കി എന്ന് പറയും. മൂന്നാമത്തത് അവിടെ കൊണ്ടു കൊടുക്കും. പറയാതെ കൊണ്ടു കൊടുക്കാൻ തോന്നും. ട്രൗസർ കിട്ടിയാ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചോദിക്കാം. ഒറ്റയിടൽ ഭർത്താക്കന്മാരെ നിർത്തിയാലേ പിന്നെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ ഈ പാഠം ഉൾക്കൊള്ളാണ്. ഭാര്യ പാഠം ഉൾക്കൊള്ളാണ്. പിന്നെ ഭാര്യയും എന്ത് ചെയ്യും? ഒച്ചയിട്ട് സംസാരിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഭർത്താവ് ഒച്ചയിട്ടിട്ടാണ് ഭാര്യനോട് കാര്യം നേടുന്നതെങ്കിൽ ആ ഭാര്യ അത് പഠിച്ചു. ആരെയിൽ നിന്ന് പഠിച്ചു? ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഭാര്യ പഠിച്ചു. ഭാര്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും ഒച്ചയിട്ട് കാര്യം നേടും. എനിക്ക് എവിടെങ്കിലും ഒന്ന് പോകണം കുട്ടികളെ ഇങ്ങോട്ട്, എനിക്ക് എവിടെങ്കിലും ഒന്ന് പോണം. അപ്പൊ പറയും എന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന് കൂടൂലെന്ന്. ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയില് ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരാളുണ്ട്. ആരാണ്? മക്കളുണ്ട്. മക്കൾക്ക് ആരാണ് ഒച്ചയിടാൻ പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ്? രക്ഷിതാക്കളാണോ? ഒച്ചയിട്ട് സംസാരിക്കാൻ രക്ഷിതാക്കളാണോ? ആണ്. മോനെ ഇങ്ങോട്ട് വാ, ഞാൻ വരൂല എന്ന് പറഞ്ഞില്ല, ഞാൻ വരൂല. ആര് പഠിപ്പിച്ചു കൊടുത്തു? ആ സമയത്താണ് വാപ്പക്കും ഉമ്മക്കും പൊള്ളുക, നല്ല പൊള്ളൽ കിട്ടുക. നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും ഒതുങ്ങാതെയാകുമ്പോ നിങ്ങൾ ഒച്ചയിട്ട് ഭർത്താവിനോടായിക്കോട്ടെ, ഭാര്യയോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിച്ചോ, അവിടെ ഒച്ചയിടുന്ന ആളുകളാണ് തോൽവിക്കാരാവുക. വെറുതെ ഇരിക്കുന്ന ഭാര്യമാരും എന്തെങ്കിലും എൻഗേജ്ഡ് ആവണം. വെറുതെ ഇരിക്കുന്ന ഭാര്യമാരും എന്ത് ചെയ്യണം? വീട്ടിന്റെ ഉള്ളിലെങ്കിലും എൻഗേജ്ഡ് ആവണം. ചിന്തിച്ച് സങ്കടം കൂട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം. സന്തോഷമുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മക്കളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ വഴക്ക് കൂടാൻ പാടില്ല. ഇസ്ഹാക്കിന്റെ ഭാര്യ എന്റെ കൂട്ടുകാരൻ നല്ല സുന്ദരിയാണ്, എന്റെ ഭാര്യക്ക് നിനക്ക് അത്ര ചൊങ്കില്ല എന്ന് പറയാൻ ഭർത്താവിന് ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അത് മനസ്സിലിട്ടാൽ ഭാര്യനോട് അന്ന് മുതൽ സ്നേഹം കുറയും. അതുപോലെ തന്നെ ഭാര്യമാരോടും, അടുത്ത എന്റെ സമീറിന്റെ ഭർത്താവ് നല്ല സുന്ദരനാണ് എന്ന് വിചാരിച്ചു പോകരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് സുന്ദരിയായിട്ട് തോന്നും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾക്ക് തന്നെ ഏറ്റവും പവിത്രമായ ആ ബന്ധം, നമുക്ക് അർഹതപ്പെട്ടത്, നമ്മൾക്ക് എന്നും ഉണ്ടാവുന്നത്, നമ്മൾക്ക് തണലാകുന്നത്, നമ്മൾക്ക് എന്നും ആശയാകുന്നത് ഏതാണ്? നമ്മൾക്ക് അർഹതപ്പെട്ട ബന്ധം. ആ ബന്ധം, അത് സ്നേഹത്തോടു കൂടി ജീവിക്കാന്ന് പറയുന്നതിന്റെ അത്രയും മാധുര്യം മറ്റൊന്നില്ല. എപ്പോ നോക്കിയാലും ഈ പോരായ്മകളും കുടുകുടു രാവിലെ എഴുന്നേറ്റാൽ കുടുകുടു. ഈ സംഭവം അങ്ങ് നിർത്തിയാൽ തന്നെ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. പറയേണ്ടത് പറയുക. ഏറ്റവും കൂടുതൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? ഒരു ദിവസം ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ആരോടാ? ഭാര്യയോടാ? നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഭർത്താവാണോ സംസാരിക്കാറ് ഒരു ദിവസം? ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് സംസാരിക്കാനുള്ള ഒരു സമയം അറിഞ്ഞുകൊണ്ട് സംസാരിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നു, രാവിലെ എഴുന്നേറ്റാലുണ്ടല്ലോ, വായ അടക്കി നിർത്തി നമ്മൾ നമ്മുടെ മനസ്സിനോട് സംസാരിക്കണം. ഇന്നത്തെ ജീവിതം, എന്റെ മക്കളുടെ ജീവിതം, എന്റെ ഭർത്താവിന്റെ ജീവിതം, ഞാൻ എങ്ങോട്ടാണ് എന്റെ ജീവിതത്തിന്റെ യാത്ര, ഞാൻ എങ്ങോട്ടാണ് എന്റെ ജീവിതത്തിന്റെ ബോർഡ് വെച്ചത് നോക്കാൻ പറ്റണം. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു എന്നുള്ളതല്ല. അർത്ഥമുള്ള ജീവിതം വേണമെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ബിൽഗേറ്റ്സ് ലോക കോടീശ്വരനാണ്, അല്ലെ? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു കോടീശ്വരന്റെ പേര് പറയുമോ? യൂസുഫ് അലി, അല്ലെ? നല്ല പൈസ ഉണ്ട്, അല്ലെ? പൈസ ഉണ്ടായിട്ടും പാവങ്ങളെ മാതിരി നടക്കുന്ന ഒരു കോടീശ്വരൻ ഉണ്ട്. ആരാന്നറിയോ? ആരാ? ബോബി ചെമ്മണ്ണൂർ,
അല്ലേ? ഗോപി തമ്മിൽ ഒരു വെള്ള പനിയനൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ കൂടെ 8 വർഷമായി ഞാൻ. അതുകൊണ്ട് പറയാണ്, ഈ കോടീശ്വരന്മാർ, അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പൈസയുണ്ട്. ഈ നല്ല പൈസയുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് 100 രൂപയുടെ പ്രശ്നമാണെങ്കിൽ അവർക്ക് 1 കോടിയുടെ പ്രശ്നമുണ്ടാവും. എനിക്ക് എന്റെ വീട്ടിലേക്ക് മീൻ വാങ്ങാനുള്ള പൈസ ഇല്ല എങ്കിൽ നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും ഒരു 100 രൂപ തരാൻ കഴിവുള്ള ആളുകൾ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും അങ്ങാടിയിൽ മൊത്തം ഉണ്ടാവുക. ആണോ അല്ലേ? ആണോ അല്ലേ? പക്ഷേ യൂസുഫ് അലിക്കോ ബോബി ചെമ്മണ്ണൂരിനോ ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ ഇവിടെ അടുത്തുള്ള ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പൊ ആരാണ് ഭാഗ്യവാന്മാർ? എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി, നല്ല പോലെ ജീവിച്ച് ദീനീ പൈതൃകത്തിലൂടെ ജീവിച്ചൊരു പെൺകുട്ടി. ആ പെൺകുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിച്ച പെൺകുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് വിട്ടു? ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. എങ്ങോട്ട് പോയി? ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ സിറ്റി. ആ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് പോയപ്പോ അവിടെ പബ്ബുകളുണ്ട്, അവിടെ ഒരുപാട് ഡാൻസ് ബാറുകളുണ്ട്, അവിടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ ദീനീ പൈതൃകത്തിൽ നല്ല ഒരു ഉസ്താദിന്റെ, നല്ല ഒരു ഉമ്മയുടെ മകൾ ബാംഗ്ലൂരിലേക്ക് പഠനവുമായിട്ട് പോയപ്പോ, എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഈ മകളും മോശമല്ല. ഈ മകള് മൊറാലിറ്റി കൊടുത്ത മകൾ, ദീനീ പൈതൃകം കൊടുത്ത മകൾ, നല്ല രീതിയിൽ സ്നേഹം കൊടുത്ത മകൾ. ആ മകള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഈ ഉമ്മനോട് പറയാണ്, ഉമ്മ ഞാൻ അവിടെ പോകുന്നില്ല ഉമ്മ. കാരണം എന്താണെന്നറിയോ? എന്റെ ഹോസ്റ്റൽ പെൺകുട്ടികൾ മാത്രം ജീവിക്കുന്ന ഹോസ്റ്റൽ, താമസിക്കുന്ന ഹോസ്റ്റൽ റൂമുകളിലേക്ക് അവരുടെ ബോയ് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഉമ്മ. അവരൊരുമിച്ചാണ് കുളിക്കൽ, ഒരുമിച്ചാണ് കിടന്നുറങ്ങൽ. ഗേൾസിന്റെ ഹോസ്റ്റലുകളിലേക്ക് ബോയ് ഫ്രണ്ട്സ് വന്നുകൊണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങുന്നു ഉമ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടി, എനിക്ക് അവിടെ നിന്നും ക്യാൻസൽ ചെയ്യണം, ഞാൻ അവിടെ പഠിക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആ പെൺകുട്ടിക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിക്കൂടെ? ഒരു കാമുകനെ ഉണ്ടാക്കാൻ പണിയുണ്ടോ? ഉണ്ടോ? കാമുകരയുണ്ടാക്കാൻ പണിയില്ല. എന്നാൽ പോലും ആ പെൺകുട്ടി ബോധപൂർവം ഇവിടെ വന്നിട്ട് ഉമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് ഉമ്മയോട് കിന്നാരം പറയുന്ന, ഉമ്മയോട് തമാശ പറയുന്ന ആ ഉമ്മ എന്ന് വിളിച്ചിട്ടെല്ലാം തുറന്നു പറയാൻ ആ പെൺകുട്ടിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? പറയൂ. നമ്മുടെ രക്ഷിതാക്കൾ സ്നേഹം കൊടുത്ത് ഫ്രണ്ട്സ് ആയിട്ട് നിന്നത് കൊണ്ട് മാത്രം ആ പെൺകുട്ടി പറഞ്ഞു, മനസ്സിലായോ? എന്റെ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളുടെ അടുത്തേക്ക് ബോയ് ഫ്രണ്ട്സ് വന്ന് ഒരുമിച്ച് കുളിക്കലാണ്, ഞാൻ അവിടേക്ക് ഇനി പോകുന്നില്ല ഉമ്മ എന്ന് പറയാൻ പറ്റുന്ന മക്കളെ നമ്മുടെ നാട്ടിലുള്ള രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അവൾ ഇവിടെ നല്ലൊരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ചു. അങ്ങനെയുള്ള മക്കളും ഉണ്ട്. മാരക വിഷങ്ങൾ ഈ പെൺകുട്ടിക്ക് ജ്യൂസിൽ കലർത്തി കൊടുത്തു. അങ്ങനെ ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ട് അത് കിട്ടാതെയാകും. അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോ ഈ കുട്ടിയോട് പറയും, നീ എന്റെ കൂടെ വന്നാൽ മാത്രമേ നിനക്കിത് ഞാൻ തരികയുള്ളൂ. അങ്ങനെ അവന്റെ കൂടെ പോയിട്ട് അത് കിട്ടുമ്പോ പിന്നെ പറയും, എന്റെ കൂട്ടുകാരന്റെ കൂടെ യാത്ര പോയാൽ മാത്രമേ നിനക്കത് തരികയുള്ളൂ. അങ്ങനെ അധപ്പതിക്കുന്ന അല്ലെങ്കിൽ കെണിയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയൊരു കുടുംബ സംഗമത്തിൽ ഇത് പറയുമ്പോ ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് മനസ്സിലാവണം, ആദ്യത്തെ ലോകമല്ല, നിഷ്കളങ്കമായ ലോകമല്ല ഇപ്പോ. മക്കളെ പേടിക്കണം. അതിന് രക്ഷിതാക്കൾ ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ മക്കളെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എല്ലാ മനുഷ്യരെയും നല്ലതായിട്ട് കാണാൻ പഠിപ്പിച്ചു കൊടുക്കണം. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിലേത് നിസ്കാര പായാവിരിക്ക്, പടുപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നാളി പഠിച്ചോന്റെ കാരുണ്യം
കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. പടച്ചോന്റെ കാരുണ്യം ഉണ്ടാവും. എന്ത്? എല്ലാ മനുഷ്യരോടും നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാര് നല്ല പോലെ നിന്നാൽ മാത്രമാണ് മക്കൾ അത് കണ്ടു പഠിക്കുകയുള്ളൂ. അതിനൊരു അവസരം ഇനി നമ്മൾ മോശമാവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും സന്തോഷകരമായിട്ട് ജീവിതത്തെ കാണുക. അതുകൊണ്ട് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സന്തോഷമാണ്. നമ്മളൊക്കെ എന്തിനു വേണ്ടി ജീവിക്കുന്നു? രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു. ഞാൻ ചോദിക്കാം നിങ്ങളോട്, എന്തിനു വേണ്ടി ജീവിക്കുന്നു? എന്തിനാ ജീവിക്കുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ആണോ അല്ലേ? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല അമല് ചെയ്താൽ നാളെ അള്ളാഹു തരുന്നത് എന്താണ്? സന്തോഷം തന്നെ തരുന്നേ, സ്വർഗമാണ് തരുന്നേ. അതുകൊണ്ട് സന്തോഷിക്കുക. കുറെ ഒന്ന് ചിരിച്ചാൽ ഉമ്മമാര് പറയും, ചിരിക്കല്ലേ, നാളെ കഴിയാനില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളോടൊക്കെ. എന്നിട്ട് മക്കളോ മസില് പിടിച്ചിട്ട് ചിരിക്കാതെ ചിരിക്കണം. ഞാൻ പറഞ്ഞോ? മനസ്സിലായോ? ചിരിക്കണം. എന്തിനങ്ങനെ മസില് പിടിച്ചു നിൽക്കുന്നേ? ചില വാപ്പമാരൊക്കെ ഉണ്ടാവും മക്കളടുത്തുന്നേ ഭയങ്കരമായിട്ട് ജാടൊക്കെ ഇട്ട് ഒന്ന് ചിരിക്ക പോലുമില്ല. അപ്പം മക്കളോട് ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറാൻ പറ്റണം. മനസ്സിലായോ? ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വാപ്പ എപ്പോഴും തല്ലാറുണ്ട്, അതുകൊണ്ട് തന്നെ തച്ചാലാണ് ഞാൻ ഹീറോ ആവുക, അതുകൊണ്ട് എനിക്ക് പോലീസ് ആവണം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പഠിച്ച നാടാണിത്. അതുകൊണ്ട് തച്ച് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും തല്ലുന്നത് എന്ന് പറയുന്നത് വലിയ കാര്യം ഉണ്ടാക്കുകയില്ല, ദോഷമായിരിക്കും ഉണ്ടാക്കുക. മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പ് ആവുക, എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക മക്കൾക്ക്. മക്കളെ ചേർത്ത് പിടിക്കുക. മക്കളുടെ ചെറിയ കഥകളായിരിക്കും, പക്ഷെ ഉമ്മമാര് പ്രത്യേകിച്ച് മക്കളോട് ബന്ധം പുലർത്തുക. മക്കളോട് വലിയ ബന്ധമില്ല, ആ ബന്ധം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താവണം? മക്കളോട് സംസാരിക്കാൻ പറ്റണം. മക്കളുടെ മുമ്പിൽ നിന്ന് മസില് പിടിച്ച് ചിരിക്കാതായി പോവരുത്. ചിരിക്കണം.